ഇറാനിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലക്ഷ്യങ്ങൾ ഏകദേശം പൂർത്തിയായതായും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാൻ ഭരണകൂടവുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്നും വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ അതിന്റെ സുരക്ഷ ഏറ്റെടുക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. The strait itself is we're doing a good job, but it would be nice if the countries, including China, if the countries that use it, China uses it 90% of their energy, Japan is 95% of the energy. It would be nice if those countries would get involved. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. ഇന്ന് ട്രംപിന്റെ ഒരു ശ്രദ്ധേയമായ പ്രതികരണം വരുന്നുണ്ട്. അത് ഈ ഇട്ടേച്ചു പോവുകയാണോ ഈ യുദ്ധത്തിന്റെ പകുതിക്ക് വെച്ച്? അതല്ല, ഞങ്ങൾ അടിച്ചിട്ട് നിങ്ങൾ എണ്ണയും പെട്രോളൊന്നും കൊണ്ടുപോകണ്ട, നിങ്ങൾ കൂടി അതിനകത്തിലേക്ക് ഇൻവോൾവ് ചെയ്യൂ എന്നുള്ള ആഹ്വാനമാണോ? ഗുഡ് മോർണിംഗ് ഗോകുൽ, അമൃത. ഡൊണാൾഡ് ട്രംപിന്റെ രണ്ട് പ്രസ്താവന വന്നു. രണ്ട് സമയങ്ങളിലായതുകൊണ്ട് രണ്ട് രീതിയിലുള്ള പ്രസ്താവനകളായിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ യുദ്ധം ഈ 3 ആഴ്ചയാണ് ഇപ്പോൾ പിന്നിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലെ ഈ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. ഈ ഇറാനെതിരെ യുദ്ധത്തിൽ അമേരിക്ക ചില ലക്ഷ്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. അതായത് ഇറാന്റെ മിസൈൽ ശേഷി തകർക്കുക, ആണവ പരീക്ഷണങ്ങൾ തടയുക, അതുപോലെ ഇസ്രായേൽ ഉൾപ്പെടെ അവിടെ പശ്ചിമേഷ്യയിലുള്ള സഖ്യകക്ഷികളുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കുക, ഇവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങളെന്ന് ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി. അത് മാത്രമല്ല, ഈ എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ ചുമതല ഇനി ആ പാത ഉപയോഗിക്കുന്ന മറ്റ് രാജ്യങ്ങൾ ഏറ്റെടുക്കണം, അതായത് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ഈ പാതയുടെ ആവശ്യമൊന്നുമില്ല. അതിനാൽ അത് ഉപയോഗിക്കുന്ന ആ രാജ്യങ്ങൾ തന്നെ അതിന് വേണമെങ്കിൽ കാവൽ നിൽക്കണമെന്നാണ് ട്രംപ് ഇന്ന് വൈകിട്ട് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ പറഞ്ഞത്. മറ്റ് രാജ്യങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ കാര്യങ്ങളിൽ അമേരിക്ക വേണ്ടി വന്നാൽ സഹായം നൽകാൻ തയ്യാറാണെന്നും പറഞ്ഞു. എന്നാൽ ഇറാന്റെ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാകുന്നതോടെ അത്തരം ഒരു ആവശ്യം വേണ്ടി വരില്ല എന്ന ഒരു ആത്മവിശ്വാസവും ട്രംപ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇറാൻ ഭരണകൂടവുമായിട്ട് ചർച്ചകൾക്ക് തയ്യാറാണെന്നും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ട്രംപ് പറയുന്നു. ശത്രുപക്ഷത്തെ ഒരു പൂർണ്ണമായിട്ട് തകർക്കുന്ന ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു സീസ് ഫയറിന്റെ കാര്യം അത് അർത്ഥമില്ലാത്തൊരു കാര്യമാണെന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം ഇറാന്റെ ഒരു പ്രതികരണം ഇന്ന് വന്നിരിക്കുന്നത് തുർക്കിക്കെതിരെയും അതുപോലെ ഒമാനെതിരെയും കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണങ്ങളിൽ ഇറാന് യാതൊരു പങ്കുമില്ലെന്ന് അവരുടെ പരമോന്നത നേതാവായ മുസ്തഫ ഖമേനിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനും അതുപോലെ നെയ്ബറിംഗ് കൺട്രീസും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുവാനുള്ള ഒരു ആസൂത്രിത ശ്രമമാണ് ഇതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. ഇറാനെ പ്രതിക്കൂട്ടിലാക്കി ഈ അയൽ രാജ്യങ്ങളെ അകറ്റാനാണ് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വരും ദിവസങ്ങളിൽ ഈ അയൽ രാജ്യങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണം. കാര്യം സമാനമായ ആക്രമണങ്ങൾ ഉണ്ടാകുവാനുള്ള ഒരു സാധ്യത അദ്ദേഹം ഒരു മുന്നറിയിപ്പ് പോലെ നൽകുന്നുണ്ട്. അതേസമയം ഈ നമ്മൾ നേരത്തെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യം പറയുന്ന അതേ സമയത്ത് തന്നെ 5000-ഓളം സൈനികരെ കൂടെ മേഖലയിലേക്ക് വിന്യസിപ്പിക്കുവാൻ അമേരിക്ക തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പസഫിക് മേഖലയിൽ നിന്നുള്ള സൈനികരെയാണ് അടിയന്തരമായി മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റുന്നത്. ഇത് കൂടാതെ പടക്കപ്പലുകൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ കപ്പലിൽ നിന്ന് കരസേനയെ സപ്പോർട്ട് ചെയ്യുന്ന കപ്പലുകളും ഒക്കെ ആ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടും ഇരിക്കുകയാണ്. ഗോകുൽ, അമൃത. മധു, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ നിലവിൽ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഇറാനുമായി ചർച്ചകൾക്ക് തയ്യാറാണ് എന്നുള്ള കാര്യം ട്രംപ് അറിയിക്കുന്നുണ്ട്. ഇറാന്റെ നിലപാട് എന്താണ് വിഷയത്തിൽ? ഇറാന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു വിഷയത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണം ഈ അവസാന മണിക്കൂറുകൾ വന്നിട്ടില്ല. പക്ഷെ നേരത്തെ മുതലേ അവർ അത്തരമുള്ള ചർച്ചകൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, അവരുടെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ അത് ഏത് രീതിയിൽ പോകുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ യുദ്ധം ഡൊണാൾഡ് ട്രംപിന് ഒരു US പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് US കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ പോകുന്നതിനുള്ള സമയപരിധിയുണ്ട്. ഒരുപക്ഷെ ആ സമയപരിധി അവസാനിക്കാനായിട്ട് ഇനി 4 ആഴ്ചകളെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സൈനികരെയും US കോൺഗ്രസിന്റെ അനുവാദമില്ലാതെ മറ്റേതെങ്കിലും രാജ്യങ്ങളിലുണ്ടെങ്കിൽ അവരെ തിരികെ രാജ്യത്തെത്തിക്കേണ്ട ഉത്തരവാദിത്വം US പ്രസിഡന്റിന് ഭരണഘടനാ പ്രകാരം ഉണ്ട്. ഒരുപക്ഷെ അതുകൂടെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കാം ഡൊണാൾഡ് ട്രംപ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത്. അമൃത. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ട്രംപിന്റെ വാക്കുകളിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇത്ര ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ചർച്ചകൾക്ക് ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ ഇപ്പം സ്വയം ചർച്ചയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ പല യുദ്ധങ്ങളും പകുതിക്ക് ഇട്ടിട്ട് പോകുന്നതാണ്, അല്ലെങ്കിൽ പലയിടത്തും സുരക്ഷ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് പകുതിക്ക് ഇട്ടിട്ട് പോകുന്ന ഒരു ചരിത്രമുണ്ട്. അപ്പോൾ അത് തന്നെയാണോ ഇനി ഇറാനിലും കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് കണ്ടറിയണം. പക്ഷേ അവസാനിക്കട്ടെ, എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് അവസാനിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.